ഹലോ, ഇന്ന് ഞാനൊരു ലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഓലൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനായിട്ട് ഞാൻ ബ്രൗൺ പയർ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് പംകിനും കുറച്ച് കറി ലീവ്സും പിന്നെ ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്തതും കൂടെ പ്രഷർ കുക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊരു 3 വിസിൽസ് ആണെന്ന് തോന്നുന്നു ചെയ്തത്. എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല കേട്ടോ. അത് വേവ് അനുസരിച്ചിട്ട് നോക്കാം. ഇതിൻ്റെ എൻഡ് റിസൾട്ട് കുറച്ചും കൂടെ നല്ല മഷിയായിട്ട് വരണം. ഈ പംകിനൊക്കെ കൂടെ ഇത് ഇങ്ങനെ വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലോട്ട് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യണം. ഞാൻ ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് മിൽക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് വിത്ത് ദ ബെസ്റ്റ് ടേസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വരും ചെയ്തു. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ചില ആൾക്കാർ 1-ാം പാൽ തന്നെ ആയിട്ടാണ് പ്രഷർ കുക്ക് ചെയ്യാറ്, പിന്നെ 2-ാം പാൽ യൂസ് ചെയ്യുക, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. എനിക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പിന്നെ ഇതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഓലനാണ് കുറച്ചും കൂടെ താല്പര്യം, പംകിൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ 2 മുട്ട എടുത്തു, അതിലോട്ട് ഇച്ചിരി ഓണിയനും പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലിയും ഒക്കെ ഇട്ടു. പിന്നെ ഇത് ഭയങ്കര സിമ്പിളാണ്. ഞാനിതിൽ ഈ ചില്ലി പൗഡർ ഒന്നും ഞാൻ ഇടില്ല. ക്രഷ്ഡ് പെപ്പർ ആൻഡ് സോൾട്ട് ഓൺലി. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. സിമ്പിൾ ആൻഡ് ടേസ്റ്റി. നമ്മൾ ഈ എഗ്ഗിൻ്റെ ഒക്കെ ആ ഒരു എന്താ പറയുക ടേസ്റ്റ് നന്നായിട്ട് എൻഹാൻസ് ഒക്കെ ആയി വരുന്ന ആ ഒരു സ്വാദ് വരുന്നത് എനിക്ക് ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഇടുമ്പോഴാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലോട് കുറച്ച് കറി ലീവ്സും കൂടി ഇടാറുണ്ട് ചില സമയത്ത്. പക്ഷെ അതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇന്നിപ്പോൾ ഞാനതൊന്നും യൂസ് ചെയ്തില്ല, ഇങ്ങനെ സിമ്പിളായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കണം. എനിക്ക് ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ നന്നായിട്ട് ഈക്വലായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഫ്ലിപ്പ് ചെയ്തത്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റക്കായി, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഹാഫ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് എൻ്റെ ഹസ്ബൻഡിനും ഒരു ഹാഫ് എനിക്കും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഹാഫ് ആക്കുകയാണ്. എഗ്സൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യണം. പക്ഷേ എന്നാലും എനിക്കങ്ങനെ കരിഞ്ഞ അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല. ഈ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പൊന്തി വരാതെ ഒരു കുറച്ച് തിന്നായിട്ടുള്ള. ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ അമ്മ പഴമാങ്ങാക്കൂട്ടം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ അതും പിന്നെ ഓംലെറ്റും പിന്നെ കൊണ്ടാട്ടം, കൈപ്പയ്ക്ക കൊണ്ടാട്ടം ഉണ്ട്, മുളക് കൊണ്ടാട്ടം ഉണ്ട്, പിന്നെ കപ്പ വെച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ട്. ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയതാട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് ചോറൊക്കെ കുഴച്ച് അതിലോട്ടൊരു കയ്പൊക്കെ കൊണ്ടാട്ടം ഇട്ടിട്ട് ആ ഒരു കറിയുടെ സ്വീറ്റ്നെസ്സും കൊണ്ടാട്ടത്തിൻ്റെ ആ ഒരു ബിറ്റർനെസ്സും എല്ലാം കൂടെ നല്ലൊരു സ്വാദാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. താങ്ക്